ഹലോ ഏട്ടാ, ഹലോ ഏട്ടാ, ഹലോ ഏട്ടാ, ഏട്ടാ നീക്കി ഏട്ടാ, എന്താ പന കൊട്ടിട്ട് പോലെ കിടക്കുകയാണല്ലോ. മരയിലവിടെ കയറ്റി പോണ കൂട്ടത്തിൽ അങ്ങ് പോണ്ടി വരും. അതെ, എന്നെ അന്വേഷിച്ച ആരും വന്നവിടെ വന്നില്ലേ? ഇവിടെ കാണൂലേ സാറേ? ഏയ് അല്ലാതെ ഇന്നലെ മറ്റേ മരം നോക്കി പോയ പാർട്ടി ഉണ്ടല്ലോ, ഇന്ന് മരം എടുക്കാന്ന് പറഞ്ഞിട്ട് ലോറിയായിട്ട് വരാന്ന് പറഞ്ഞാണ്. വന്നില്ല? വേഗം വരി, എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ട്, അതാണ്. എന്ത്? അല്ല അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ഏയ് നമ്മൾ ഇന്നലെ മരമൊക്കെ കണ്ട് സംസാരിച്ച് പോയതല്ലേ. അതെ, ഇന്നലെ നിങ്ങളെന്നല്ലേ പറഞ്ഞ് ലോറിയായിട്ട് വരാം രാവിലെ മരം എടുക്കാന്ന്. എന്താട്ടാ നിങ്ങൾ വേറെ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വിവരം തന്നെ വിളിച്ച് പറയണ്ടേ? ആ ശരി, എന്തായാലൊക്കെ ചെയ്യും നിങ്ങൾ. ഓ അയാൾ വേറെ മരം എടുത്തു. എന്തൊരു കഷ്ടകാലം നോക്കിയത്. അതെ, ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, മരം കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, വില കൊണ്ട് കുറയ്ക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോ ആൾക്കാരെ മഷിട്ട് തരാൻ കാണാനില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താ സാറിന് ഇങ്ങനെ സംഭവിക്കണം? ഇതാ ലോറി വന്നു, ഇതാ എടുത്ത് കയറ്റിക്കോ, ഇതാ കാശെന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഇതിങ്ങനെ സംഭവിക്കണേ? എന്ന് മുതൽ സർക്കാരിന്റെ തടി ലേലത്തിന് എടുക്കാൻ തോന്നിയോ അപ്പം തുടങ്ങി ദുരിതവും കഷ്ടപ്പാടും. എല്ലാം ശരിയാവും, സാറൊന്ന് വെയിറ്റ് ചെയ്യും. എന്ത് ശരിയാവുന്ന്? ലക്ഷങ്ങളുടെ മുടങ്ങി കിടക്കണ്, എല്ലാം വള്ളത്തിൽ ഒഴുകിയ പോലെയാണ് ഇപ്പോ. ഈ മാസയിലും തടിയിൽ നിന്ന് കുറച്ച് വിറ്റ് പോയില്ലെങ്കിലേ തറവാട കൊടുക്കലുണ്ടാവില്ല. അല്ല, വേറൊരു കാര്യം സാറേ, തറവാട കൊടുത്തില്ലെങ്കിൽ ഞാനും സാറുമായിട്ട് ഇടയേണ്ടി വരും. ഇതൊക്കെ എടുത്ത് ഇവിടുന്ന് മാറ്റാൻ എനിക്ക് പറയേണ്ടി വരും. അത് ഇപ്പം എനിക്ക് ഭയങ്കര വിഷമമാണ്. കൊണ്ടാണ് നോക്കിയത് നിങ്ങൾ? അതെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇത്ര ഇങ്ങനെ മുടങ്ങാനായിട്ട് എൻ്റെ ബലമായ സംശയം സാറിൻ്റെ നാളേതാണ്. നാളെ അറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? സാറ് നാള് പറയേ. നാളെ പൂരാടമാണ്. പൂരാടം പ്രശ്നമാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വീക്കിലിൽ വായിച്ചു, പൂരാടത്തിന് ആകെ സമയദോഷമാണ്. നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് വേണ്ട. അവിടെ ചെത്ത് ചെതലെടുത്ത് എടുക്കുന്ന ആ തടിയുണ്ടോ, അതൊരു പൂരാടക്കാരൻ്റെ ആയിരുന്നു. സാറ് ലേലത്തിന് എടുക്കുന്നതിന് മുമ്പേ ലേലത്തിന് എടുത്ത ആളിൻ്റെ അവസാനം എന്താ സംഭവിച്ചാൽ ആള് തൂങ്ങിച്ചെത്തു. അല്ല, സാറിന് അങ്ങനെ സംഭവിക്കുന്നല്ല ഞാൻ പറഞ്ഞേ. ഓഫീസർ അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഞാൻ മൂപ്പരൊന്ന് കാണട്ടെ. അതെ, ഏതെങ്കിലും കേസ് ഉണ്ടെച്ചാൽ പിടിക്കി. ഞാൻ വരുന്ന എല്ലാവരോടും പറയുന്നുണ്ട്. ഇത്രയും ഇത് പറഞ്ഞിട്ട് അതാ എനിക്കും സംശയം. ഇത് ശരി, ഞാൻ സാറൊന്ന് കാണട്ടെ. നമസ്കാരം. സാറേ എത്തിയല്ലേ? ഞാൻ രാവിലെ എത്തിയല്ലോ. എന്തൊക്കെയുണ്ട്? എന്താ ഒന്നും പറയണ്ട സാറേ. അതെ, ഈ വ്യാഴാഴ്ച ആകുമ്പോഴേക്ക് 4 മാസമാണ്. ആണോ? അതിനിപ്പോഴേ ടെൻഷനൊന്നും അടിക്കണ്ട. 9 മാസവും കുറച്ച് ദിവസവും കൂടിയൊക്കെ കഴിയുമ്പോഴേ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാഹിതം വന്നാൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ സിസേറിയൻ ചെയ്യും. എന്താ സാറേ സാറ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ എന്താണ്? സാറ് പറഞ്ഞ എന്താണ്? അല്ല, 4 മാസം ആയിന്ന് പറയും. അല്ല, ഞാൻ മറ്റേ തടി എടുത്തിട്ടില്ലേ, അതിന്റെ തറവാടക കൊടുക്കണ്ടേ? അത് എങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയാൻ വയ്യ. ഇവിടെ തടി നമ്മൾ ലേലം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 40 ദിവസവും നമുക്കിവിടെ ഫ്രീ ആയിട്ട് സൂക്ഷിക്കാൻ നിയമം അനുവദിക്കണുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ മാസവും നമ്മൾ തറവാടക അടക്കേണ്ടി വരും. അപ്പൊ ഇതൊന്നും അറിയാതെയാണ് നിങ്ങൾ ലേലത്തിൽ ഇത് പിടിച്ചത്? നിയമം കുറച്ചൊക്കെ അറിയാം സാറേ. നിയമം അനുസരിച്ച് ഫോറസ്റ്റിന്റെ ടാക്സ്, അതുപോലെ സെയിൽസ് ടാക്സ്, ഇതൊക്കെ അടച്ചു കഴിഞ്ഞിട്ടാണ് ഈ തടി ലേലത്തിൽ പിടിച്ചത്. പക്ഷെ ഈ സാധനം ഇപ്പൊ വിറ്റ് പോണില്ലല്ലോ. വിറ്റ് പോകാത്രത്തോളം കാലം എനിക്ക് തറവാടക അടക്കാൻ പറ്റില്ല. അതിന്റെ കയ്യിൽ പൈസ ഇല്ല. അത് അടക്കേണ്ടി വരും, അല്ലെ നമുക്ക് ഇവിടെ നിന്ന് തടി മാറ്റി തരണം. പിന്നെ ഇപ്പൊ സത്യശീലനെ സഹായിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ കയ്യിൽ പൈസ ഇല്ലാന്നും പറഞ്ഞിട്ട് ഗവൺമെന്റിന് ഒരു അപേക്ഷ വെക്കണം. അപ്പൊ ഈ തറവാടക, അതിന്റെ പലിശയും കൂട്ടുപലിശ ഒക്കെ കൂടി ചേർത്ത് അടക്കാൻ പറഞ്ഞിട്ട് അവരൊരു തീരുമാനം തരും. അപ്പൊ അതുവരെ ഒരു സാവകാശം കിട്ടും നിങ്ങൾക്ക്. വേണ്ടാത്ത പണിയായി പോയി. സത്യശീല, ഇവിടെ വന്ന കസ്റ്റമേഴ്സിനോടൊക്കെ ഞാനും മന്മഥനും ഒരുപാട് പ്രഷർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സത്യത്തിൽ അത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല. ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ലോഡ് വന്നാൽ അത് ഇറക്കി സ്റ്റോക്കിൽ കയറ്റണം, ലേലം നടക്കുമ്പോൾ കാറ്റഗറി നിശ്ചയിക്കണം, ലോട്ടിടണം. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഡ്യൂട്ടി. ഇപ്പം നിങ്ങളുടെ ഒരു തടി ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ കച്ചവടം ചെയ്യാനിരിക്കണ പോലെ ഇരിക്കുകയാണ്. എൻ്റെ പൊന്നു സാറേ, ഇത് വല്ലാത്ത ഒരു കുടുക്കലായിപ്പോയി. ഭാര്യ 100 വട്ടം പറഞ്ഞാണ് എന്നോട്, വേണ്ട നിങ്ങൾക്ക് പറ്റാത്ത പണിയാണ്, അത് വെറുതെ അതിൽ പോയി ചാടണ്ടെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, പോടി അവിടുന്ന്, ഇത് കുഴപ്പമൊന്നുമില്ല, സാറുമാരെല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ വന്ന്. അങ്ങനെ എടുത്തു വെച്ചതാണ് ഇതിനകത്ത് കാല്. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണ കുഴപ്പമൊന്നുമല്ല സത്യശീല.
ലാഭം കിട്ടുമെന്ന് ആരെങ്കിലും പറയണ കേട്ടിട്ട് നമുക്ക് അറിയാൻ പാടില്ലാത്ത പണിക്ക് എടുത്തിയാടി പുറപ്പെടരുത്. നാറിപ്പോവും. കുടുങ്ങുപോയി. ആ ഇപ്പൊ ആകെ കുടി കിടക്കണ ഞാൻ. വമ്പന്മാരാണ് ഇത് ലേലം ചെയ്തിട്ട് വിൽക്കണതേ. അപ്പൊ പൈസ റോൾ ചെയ്യാനില്ലാത്ത ആളുകൾ ഇതിന്റെ ഇടയിൽ വന്നാൽ കുടുങ്ങി പോവുള്ളൂ. അല്ല സാറേ, സത്യം പറഞ്ഞ ഇതിന്ന് ഊരി പോവാ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ പറയും നിങ്ങൾ. എവിടെയെങ്കിലുമൊക്കെ നടന്നിട്ട് അത് കച്ചവടമാക്കാൻ നോക്കി കിട്ടണ വിലക്ക്. അല്ലാതെ ഇവിടെ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ആകെ പെട്ടിരിക്കുകയാണ് ഇപ്പോഴേ. ഇത് പൈസക്ക് വേറെ ആരോട് ചോദിക്കാനും പറ്റില്ല. സത്യശീലം ചെല്ലി, എനിക്ക് ഇത്തിരി ജോലിയുണ്ട്. ആയിക്കോട്ടെ, എന്നാ പിന്നെ ശരി സാറേ. ഓക്കെ. ആ സുധേട്ടാ. അതെ അതെ അതേ, നമ്മുടെ തടി ലേലം വിളിച്ചിട്ടാണ് സത്യശീലനെ. പുള്ളിയുടെ അവസ്ഥ ആകെ മോശമാണ്. അപ്പോൾ പുള്ളിക്ക് ഇവിടുന്ന് തടി കച്ചവടം ആകണമില്ല, ഇവിടുന്ന് കൊണ്ടുപോകാനും മാറില്ല. അപ്പോൾ ചെറിയ വിലക്കത് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 2-3 വട്ടം കൂടി അയാൾ നടക്കട്ടെ, എന്നിട്ട് ഞാനൊന്ന് മുട്ടിച്ച് തരാം. അത് എന്തായാലും കൊടുത്തിട്ട് വാങ്ങിയെടുത്തോട്ടാ.